ഉയരത്തിലെത്താൻ കഴിയില്ല. പക്ഷേ ആശങ്കപ്പെടേണ്ട, നിങ്ങളുടെ വളർച്ചാ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ 3 ഫലപ്രദമായ മാർഗങ്ങൾ ഞാൻ പങ്കിടാൻ പോകുന്നു. ഉറക്കം. നിങ്ങളുടെ വളർച്ചാ ഹോർമോണിന്റെ ഭൂരിഭാഗവും ഉറക്കത്തിന്റെ ആദ്യ 90 മിനിറ്റിനുള്ളിൽ പുറത്തുവിടപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ന്യൂറോളജിസ്റ്റ് ആൻഡ്രൂ ഹ്യൂബർ വളർച്ചാ ഹോർമോൺ ഉത്പാദനത്തിന് ഉറക്കം എത്രമാത്രം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നു. വളർച്ചാ ഹോർമോൺ ഓരോ രാത്രിയും ഉറക്കത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ, സ്ലോ വേവ് സ്ലീപ്പ് എന്നറിയപ്പെടുന്ന ഘട്ടത്തിൽ, പുറത്തുവിടപ്പെടുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരം നിത്യേന വളർച്ചാ ഹോർമോൺ സ്രവിക്കുന്നതിന് ഉറപ്പാക്കുന്നു, ടിഷ്യൂ പുനരുദ്ധാരണത്തിനും മറ്റു ഗുണങ്ങൾക്കും. നിങ്ങളുടെ രക്തത്തിൽ ഇൻസുലിനും ഗ്ലൂക്കോസും കുറഞ്ഞ നിലയിലുള്ള ഈ ആഴത്തിലുള്ള ഉറക്ക ഘട്ടത്തിലെത്തേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളുടെ വളർച്ചാ ഹോർമോൺ പരമാവധിയാക്കാൻ മതിയായ ആഴത്തിലുള്ള ഉറക്കം നേടുന്നത് മുൻഗണന നൽകുക. ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം ഉറക്കത്തിനു മുമ്പ് നീല വെളിച്ചം കുറയ്ക്കുന്നതാണ്. നിങ്ങളുടെ സ്ക്രീന്റെ റീഡിംഗ് മോഡ് ഓൺ ചെയ്യുകയോ നീല വെളിച്ചം തടയുന്ന കണ്ണടയിൽ നിക്ഷേപിക്കുകയോ ചെയ്യുക. ഇന്റർമിറ്റന്റ് ഉപവാസം HGH നിലകൾ വർദ്ധിപ്പിക്കാൻ മറ്റൊരു മികച്ച മാർഗമാണ്. ഉപവാസം വളർച്ചാ ഹോർമോണിൽ വർധനവിന് കാരണമാകുന്നു, കൊഴുപ്പ് കുറയാനും പേശി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ഉപവാസത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ലളിതമായ മാർഗം, 16 മണിക്കൂർ ഉപവസിക്കുകയും 8 മണിക്കൂർ വിൻഡോയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. കൂടാതെ ഉറക്കത്തിനിടെ ഇൻസുലിൻ നില കുറവായി നിലനിർത്താൻ ഉറക്കത്തിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. വ്യായാമം. ചില വ്യായാമങ്ങൾ വളർച്ചാ ഹോർമോൺ നിലകളെ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. അതിലൊന്ന് സ്പ്രിന്റിംഗ് ആണ്. ഞാൻ സ്പ്രിന്റ് ചെയ്യുമ്പോൾ 30 സെക്കൻഡ് മുഴുവൻ ശ്രമിക്കുകയും ശേഷം 1 മുതൽ 3 മിനിറ്റ് വരെ വിശ്രമിക്കുകയും അത് 5 തവണ ആവർത്തിക്കുകയും ചെയ്യുന്നു. പരമാവധി വളർച്ചാ ഹോർമോൺ സ്രവത്തിനും പുനരുദ്ധാരണത്തിനും ഞാനിത് ആഴ്ചയിൽ 2 മുതൽ 3 തവണ വരെ ചെയ്യുന്നു. നിങ്ങളുടെ വളർച്ചാ ഹോർമോൺ സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ ഈ 3 ഘട്ടങ്ങൾ പിന്തുടരുക. ഘട്ടം 2 MS സൈഡ് ജമ്പ്. നിങ്ങൾക്ക്